ശ്രീ ടി.പി. ജയചന്ദ്രൻ, ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത, വിശുദ്ധി ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർത്തുകയാണ്. ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു, അത് BJPയും പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ആരോപണത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അനുരാഗ് ഠാക്കൂറിന് സമാന ആരോപണത്തിന് അഫിഡവിറ്റ് ആവശ്യപ്പെടാത്ത കമ്മീഷൻ അത് രാഹുൽ ഗാന്ധിയോട് മാത്രം ചോദിക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചോദിക്കുന്ന ചോദ്യം അവിടെ ബാക്കിയാകുകയാണ്. ആ കമ്മീഷൻ സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന് ഏത് തരത്തിലുള്ള ഒരു വിശദീകരണം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇത് പുറത്തു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല എന്നൊരു ആരോപണമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയോ അതിൽ ജനാധിപത്യപരമായ ഒരു നിലപാടെടുക്കുകയോ അല്ലേ പാർട്ടി വേണ്ടിയിരുന്നത്? കമ്മീഷൻ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ BJPയുടെ പക്ഷമാണോ അല്ലയോ എന്ന് പറയാൻ ഞാനാണല്ല. കാരണം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിന് ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇത് 2014 ശേഷം കോൺഗ്രസുകാർക്ക് ആരംഭിച്ച ഒരു പ്രത്യേകതയാണ്. അവർക്ക് ഈ രാജ്യത്തെ നിയമത്തിൽ വിശ്വാസമില്ല, അവർക്ക് ഈ രാജ്യത്തെ കോടതിയിൽ വിശ്വാസമില്ല. 1960 രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ മാതാവിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു പാസാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിൽ വരുത്തിയ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ടിന്റെ അതിൽ പറയുന്ന ചട്ടങ്ങളോ ഒന്നും പാലിക്കാനുള്ള ഒരു ബാധ്യതയും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇങ്ങനെ ഒരു കക്ഷിക്ക് ജനാധിപത്യത്തിലും ഭരണഘടനയിലും മൂല്യങ്ങളിലും രാജ്യത്തെ സ്ഥാപനങ്ങളിലും ഒന്നും വിശ്വാസമില്ലാതെ എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കും? ഇനി ഇവർ ഉയർത്തുന്ന ചില വിഷയങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഞാൻ ചോദിക്കുന്നത് ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്? ഒരു ജ്ഞാനേഷ് കുമാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2-3 ആളുമാണ്. ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ നീട്ടിയും പരത്തിയും ഒന്നും പറയുന്നില്ല. ഞാൻ എന്റെ സുഹൃത്ത് സേനാപതി വേണുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നത്, ബോധ്യപ്പെടുത്തുന്നത്, സർ, ഒരു വോട്ടർ ആവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അയാൾ 18 വയസ്സായതും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കലക്ടറുടെ ഉത്തരവ് പ്രകാരം അതാത് സംസ്ഥാനത്തെ തഹസിൽദാർമാർ നിശ്ചയിക്കുന്ന BLO മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ, രേഖകൾ നൽകുമ്പോൾ അതിനുശേഷമാണ് നടപടികൾ ആരംഭിക്കുന്നത്. അതായത് ഒരാൾക്ക് വോട്ടർ ലിസ്റ്റിൽ വോട്ടർ പേര് വരണമെങ്കിൽ അയാൾ വിചാരിക്കണം, അതിനാവശ്യമായ തെളിവുകൾ അദ്ദേഹം നൽകണം. രണ്ടാമത്തെ കാര്യം, ഒരാൾ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ ആ വാർഡിലെ ഒരു വോട്ടർ വിചാരിക്കണം, ആ ബൂത്തിലെ ഒരു വോട്ടർ വിചാരിക്കണം. അയാൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാവില്ല, അത് BLOയുടെ കയ്യിൽ കൊടുക്കണം. BLO അതിലെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തണം, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൊടുക്കണം. തള്ളണമെങ്കിൽ അത് ഹിയറിങ്ങിന് ക്ഷണിക്കണം ആ കക്ഷിയെ. ഇതൊക്കെയാണ് വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരാളെ പേര് ചേർക്കുന്നതിനും ഒരാളെ തള്ളിക്കളയുന്നതിനുമുള്ള മാനദണ്ഡം. വർഷങ്ങളായി രാജ്യം തുറന്നു പോരുന്നതും ഇത് തന്നെയാണ്. ഇനി ഇപ്പൊ എന്റെ സേനാപതി വേണു ചോദിച്ച ഒരു ചോദ്യം, അല്ല ഒരു കടലാസ് കിട്ടിയാൽ ഇങ്ങനെ 10 ദിവസം കൊണ്ട് സാധിക്കുമോ? സർ, ഒരാഴ്ച മതി സേനാപതി വേണു. പൊളിറ്റിക്സ്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് 24/7/365 ആണ്. പട്ടായയിൽ പോയി അവിടത്തെ തന്റെ എന്താ പറയുക അവധിക്കാലമൊക്കെ കഴിഞ്ഞ് ഓടി വന്ന് നടത്തേണ്ട ഒന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം. ജനാധിപത്യവും രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കലും ഒക്കെ പറയുന്നത് പൗരന്മാരുടെ നിതാന്ത ജാഗ്രതയും രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ ഇടപെടലും മൂലം സാധ്യമാകേണ്ടതാണ്. ഇനി നിങ്ങൾ ചോദിച്ചു ഒരാഴ്ച മതിയോ? മതി സർ, ഒരാഴ്ച വേണ്ട. ഇപ്പൊ കേരളത്തിലെ ലോക്കൽ ബോഡിക്കുള്ള ഇലക്ഷൻ ബന്ധപ്പെട്ട പട്ടിക കയ്യിൽ കിട്ടി. ഞങ്ങൾക്ക് ഒരാഴ്ച സമയമേ വേണ്ടി വന്നിട്ടുള്ളൂ. അതിൽ 2,79,799 ഇരട്ടിപ്പുണ്ട്. കാരണം BJPയുടെ വർക്കർമാർ 7x24x364 അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾ ഇത് മാത്രമാണോ സേനാപതി വേണു? എന്തിനാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടർ പട്ടിക പ്രിന്റ് ചെയ്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റുമാർക്ക് BLAമാർക്ക് സൗജന്യമായി കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താണ് സേനാപതി വേണു? ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ സേനാപതി വേണു പരമാവധി ഉള്ളത് 700 വോട്ടർമാരാണ്, അല്ലെ 750 വോട്ടർമാരാണ്. 300 വീടുകളായിരിക്കും ഉണ്ടാവുക. അതിൽ 2 ആയിട്ടാണ് ഇപ്പം നിലക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 150 വീട്, ഒരു 700 വോട്ട്. ഒരു BLAക്ക് 700 വോട്ടർമാരെ പരിശോധിക്കാൻ ഇരട്ടിപ്പുണ്ടോ, മരിച്ചവരാണോ, അർഹതപ്പെട്ടവർ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എത്ര ദിവസം വേണം സേനാപതി വേണു? ഒരു പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലേ? നമുക്ക് അവകാശമില്ലേ? ആ പരാതി ജനുവിൻ അല്ലെങ്കിൽ അതിന് ഹിയറിംഗിന് വിളിക്കില്ലേ?
അവിടെ പോയിട്ട് തിരുത്തിക്കൂടെ? അവിടെയും തിരുത്തുന്നില്ല. നമ്മുടെ കയ്യിൽ വീണ്ടും കിട്ടുന്നു കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം ഫൈനൽ വോട്ടർ പട്ടിക. ഇതിനും ഇതേമാതിരി നടപടിക്രമങ്ങളില്ലേ? അവിടെയും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കും? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് ഈ ആരോപിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങൾ സാമ്പിളായിട്ട് ഒരു വോട്ടർ പട്ടികയിലെങ്കിലും ഒരു ബൂത്തിലെങ്കിലും നിങ്ങൾക്ക് പരാതി ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ? ഇതൊക്കെ നമുക്ക് വിടാം. ശ്രീ ടി പി ജയചന്ദ്രൻ, ഒറ്റ കാര്യം ഞാനൊന്ന് ചുരുക്കി പറയാം. പല ജനങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തി ഇയാൾ 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 ഈ പേരുകാർ എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി ഇതിനൊക്കെ മറുപടി പറയുന്നത്. ഇംപീച്ച്മെന്റ് നോട്ടീസിലേക്ക് ഒരുങ്ങുന്നു പ്രതിപക്ഷം എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അത് ഏത് തരത്തിൽ ബി ജെ പി കാണുന്നു? അതൊരു ഭരണഘടനാ സ്ഥാപനത്തെ മാത്രമല്ല ചോദ്യം ചെയ്യുകയുണ്ടാവുക. അത് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്ന ആരോപണമാണെങ്കിൽ അത് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത്. അത് ഏത് തരത്തിൽ കാണുന്നു? ഇത് വളരെ സിമ്പിളാണ്. കോൺഗ്രസിന്റെ കീഴിൽ പ്രവർത്തിക്കാത്ത ഏത് ഏജൻസിയെയും അവർ ഇംപീച്ച് ചെയ്യാനും അവർ ഉപദ്രവിക്കാനും പോകും. നോക്കൂ, ആദ്യമായി ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടത് ആരാണെന്ന് അവർണയ്ക്ക് അറിയുമോ? TN ശേഷൻ. നിശ്ചയിച്ചത് കോൺഗ്രസ്. TN ശേഷൻ എന്ത് ചെയ്തു? ആളുകളുടെ ചുമരിൽ കയറി പോസ്റ്റർ ഒട്ടിക്കുന്നതും സ്ഥാനാർത്ഥികൾ നിയമം ലംഘിക്കുന്നതും സാധാരണക്കാരൻ നെഞ്ചത്ത് കയറുന്നതിനും ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്യാത്ത രൂപത്തിൽ കുറ്റമറ്റ രൂപത്തിൽ നടപ്പിലാക്കി കോൺഗ്രസ് അസ്വസ്ഥതയുണ്ടായി. ഇംപീച്ച് ചെയ്യാൻ പോയി. കോൺഗ്രസ് നിശ്ചയിച്ച ശേഷം കോൺഗ്രസിന് വഴങ്ങാത്തത് കൊണ്ട് ആദ്യം 2 അഡീഷണൽ, അവർക്ക് അറിയോന്ന് എനിക്ക് എന്റെ വിശ്വാസം, ശേഷനെ വിലക്കി നിർത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെ 2 അഡീഷണൽ ആളുകളെ നിശ്ചയിച്ചു കൊടുത്തത്. അവിടെയും ശേഷം വഴങ്ങിയില്ല. ശേഷന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഇംപീച്ച്മെന്റ് എവിടെ എത്തി? ഇപ്പൊ ഇംപീച്ച്മെന്റ് കാണിച്ച് ഇവരാരെ പേടിപ്പിക്കുന്നത്? അവർണ ഇംപീച്ച്മെന്റ് നടപ്പിലാകണമെങ്കിൽ അവർണയ്ക്ക് അറിയാമല്ലോ രാജ്യസഭയിൽ ലോക്സഭയിൽ എത്ര വേണമെന്ന്. എന്തിന്റെ പേരിലാണ്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് ഞാൻ കുറച്ച് കാണുന്നില്ല അപർണ. പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതാണ് ആ പോയിന്റ് ആണ് ഞാൻ തിരികെ എത്താം. ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ ടി അസഫ് അലി, 3-2 ഭൂരിപക്ഷത്തിന്റെ വോട്ടോടെ ഈ പാർലമെന്റിൽ ഇരുസഭകളും പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഒരു ഇംപീച്ച്മെന്റ് നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പകരം ഇംപീച്ച്മെന്റിലേക്ക് കടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനം വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തുക, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കുക, അതിലൊരു രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത്. വെറും ഒരു ഭീഷണി മാത്രമാണ് എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രതികാരം മാത്രമായിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുതാക്കപ്പെടും. അങ്ങനെ ഒരു നീക്കം അങ്ങനെയൊന്നില്ലേ? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ